നിശ്ചയായി പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോ വിഭാഗ മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കിൽ പ്രതിഷേധം ഉയർത്തിയ ഒരു ലെറ്റർ അദ്ദേഹം എഴുതി. അവിടുത്തെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കിട്ടാത്തതിനെ പറ്റി, രോഗികളെ ചികിത്സിക്കാനായിട്ട് ഫണ്ടില്ലാത്തതിനെ പറ്റി അത് വൻ വിവാദമായി മാറിയതാണല്ലോ. അപ്പോൾ അദ്ദേഹം എഴുതിയ ലെറ്റർ, ഇത് എഴുതിയിട്ട് അദ്ദേഹം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് നെറ്റിൽ നിന്നും ഡിലീറ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ലെറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതൊന്ന് വായിക്കാം, നമുക്ക് ശ്രദ്ധിക്കാം. അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ കേരളത്തിലെ സർക്കാർ തലത്തിൽ ഉന്നത വിഭാഗത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ മനോവ്യത എന്താണെന്നുള്ളതാണ് ഈ ലെറ്റർ കാണിക്കുന്നത്. ഔദ്യോഗിക ജീവിതത്തിൽ ഇന്ന് വരെ ഒരു രൂപ ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല. അത് ഉറപ്പുള്ളത് കൊണ്ടാണ് പൊതുജനങ്ങളുടെ മുമ്പിൽ ഞാനിത് എഴുതുന്നത്. ഇന്ന് വരെ ഒരു സ്കാനിങ് സെന്ററിൽ നിന്നോ സ്വകാര്യ ലാബിൽ നിന്നോ ഒരു രൂപ ഞാൻ കമ്മീഷൻ വാങ്ങിയിട്ടില്ല. ശരിയല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ എഴുതാം. കണ്ണൂർ മെഡിക്കൽ കോളേജ് മുതൽ കേരളത്തിലെങ്ങോളം എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജോലി ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫറിന് വേണ്ടി ആരുടെയും കൈകാര്യം ഞാൻ പിടിച്ചിട്ടില്ല. ലോഡ്ജുകളിലും വാടക വീടുകളിലും ക്വാർട്ടേഴ്സുകളിലും ഒറ്റയ്ക്ക് പാചകം ചെയ്ത് വളരെ പരിമിതമായ സാഹചര്യങ്ങൾ സഹിച്ചാണ് 1997 മുതൽ ജോലി ചെയ്തത്. പ്രൈമറി സ്കൂൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ സർക്കാർ സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങളുടെ ചിലവിൽ പഠിച്ചതിന് പ്രത്യേകകാരമായി അവരോടുള്ള നന്ദിയും കടപ്പാടും സർക്കാരിനോടുള്ള കടപ്പാടും മാത്രമാണ് ഏകപ്രചോദനം. ഒപ്പം പഠിച്ചിരുന്ന എല്ലാവരും സ്വകാര്യ വിദേശ ജോലികൾ സ്വീകരിച്ച് വലിയ സമ്പന്നരായപ്പോൾ ഞാൻ ഇന്നും വളരെ സാധാരണക്കാരനായി ജീവിക്കുന്നു. പണം സമ്പാദിച്ചില്ല എന്ന് യാതൊരു വിഷമവുമില്ല. ഇന്നും ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാപ്പകലൂടെ ജോലി ചെയ്യുന്ന കാര്യം ആശുപത്രിയിൽ വന്നിട്ടുള്ള എല്ലാ രോഗികൾക്കും അറിയാം. പരിമിതികൾ കൊണ്ട് വീർപ്പുണ്ടുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാറുണ്ട്. രോഗികളോ സഹപ്രവർത്തകരോടോ മറ്റോ നിയന്ത്രണം വിട്ടു പോകുമ്പോൾ ചെയ്യുന്നതാണ്, മനഃപൂർവ്വം ചെയ്യുന്നതാണ്. എങ്കിലും അത് തെറ്റാണ്. അത് മാത്രമാണ് എൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന വലിയ തെറ്റ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുമ്പോൾ തിങ്കളാഴ്ച രാവിലെ 3 മണിയുടെ ഏറനാട് കോട്ടയത്ത് പോകുമ്പോൾ രാവിലെ 4 മണിയുടെ ബസ്. ഇതിലൊക്കെ തള്ളിയിടിച്ച് കയറി ഓപ്പി താമസിക്കരുത്, ധാരാളം ജനങ്ങൾ എന്നെ കാത്തു നിൽപ്പുണ്ട് എന്ന അവസ്ഥ മനസ്സിലാക്കി ഒരു ഓപ്പി ദിവസം പോലും മുടങ്ങാതെ, ഓപ്പറേഷനുകൾ മുടങ്ങാതെ, എൻ്റെ തെറ്റുകൊണ്ട് ഒരു മനുഷ്യനും ഒരു കുഴപ്പം വരാതിരിക്കാൻ ഓടിപ്പാഞ്ഞ് നടന്ന് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. അമ്മയുടെ മരണത്തിനോടനുബന്ധിച്ച് വൻ സാമ്പത്തിക പരാധീനതയിൽ ആയിപ്പോയ ഒരു സമയത്ത് കുറച്ച് കാലം വിദേശത്ത് പോയി ജോലി ചെയ്തു വന്നു. ഈ 56 വയസ്സിലും വർഷത്തിൽ 360 ദിവസമാണ് കഴിഞ്ഞ വർഷം ഞാൻ ആശുപത്രിയിൽ ജോലി ചെയ്തത്. സപ്പോർട്ട് ഇല്ലാതെ നിസ്സഹായാവസ്ഥയിലാണ് ഇന്ന്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഒരുപക്ഷെ പുറത്താക്കുകയോ ചെയ്തേക്കാം. മാസം 3.5 ലക്ഷം രൂപയിലേറെ പൊതുഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന എനിക്ക് പൊതുജനങ്ങൾക്ക് അതിനനുസരിച്ച് തിരിച്ച് സേവനം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഡിപ്പാർട്ട്മെന്റ് മെച്ചപ്പെടുത്താൻ ഓടി ക്ഷീണിച്ചു. ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ട ഞാനില്ല, പിരിച്ചുവിട്ടോട്ടെ. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവിയുടെ ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥയാണ് ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ ലഭ്യതയുള്ളത്. ഇന്ന് നിരവധി ഓപ്പറേഷനുകളാണ് മാറ്റിവെക്കേണ്ടി വന്നത്. സ്വകാര്യ ആശുപത്രികളിൽ ഒന്നും പോകാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത നൂറുകണക്കിന് ജനങ്ങളാണ് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ അഭയം തേടുന്നത്. തീവ്രമായ വേദനയോടെ, ഗുരുതരമായ വൃക്കരോഗങ്ങളാൽ ഒക്കെ അവശരായ നിരവധി സാധാരണ ജനങ്ങൾ ചികിത്സയ്ക്കായി എതിർവശത്ത് ഉപകരണങ്ങളുടെ ക്ഷാമം, അത് പരിഹരിക്കാൻ താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, നിയമങ്ങളുടെ നൂലാമാലകൾ. നിസ്സഹായാവസ്ഥയിലാകുന്ന ഡോക്ടർമാരും വകുപ്പ് മേധാവിയും, 1 രൂപയുടെ പോലും പർച്ചേസിംഗ് പവറില്ലാത്ത വകുപ്പ് മേധാവി, ഓഫീസുകൾ കയറി ഇറങ്ങി ചെരുപ്പ് തേഞ്ഞ് രാഷ്ട്രീയക്കാരോടും ഉദ്യോഗസ്ഥരോടും അപേക്ഷിച്ചും സാഹചര്യങ്ങൾ വിശദീകരിച്ചും മടുത്തു. മാസങ്ങൾക്ക് മുമ്പ് നൽകിയ അപേക്ഷയിൽ നടപടിയാകുകയോ ഉപകരണം വാങ്ങി തരികയോ ചെയ്യാത്തതിനാൽ ഇന്ന് ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തതിൽ ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. എൻ്റെ മകൻ്റെ അതേ പ്രായം. ഇന്ന് ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തു എന്ന് അവരോട് പറയുമ്പോൾ ലജ്ജയും നിരാശയും ആണ് തോന്നുന്നത്. ഇതുപോലെ എത്രയോ പേർ ഉപജീവനം നഷ്ടപ്പെട്ട് ചികിത്സയ്ക്കായി ആഴ്ചകളോളം കിടക്കുന്നവർ, കൂടെ ഇരിക്കാൻ ബന്ധുക്കളില്ലാതെ കൂലി കൊടുത്ത് ആരെയെങ്കിലും ഒപ്പം നിർത്തുന്നവർ, ആരോടെങ്കിലും പണം കടം വാങ്ങിയും സ്വന്തം ഓട്ടോറിക്ഷയോ മറ്റോ ഈട് നിർത്തി ലോൺ എടുത്തും ചികിത്സയ്ക്ക് വരുന്നു. ബന്ധുക്കൾ അനാഥാലയങ്ങളിൽ തള്ളിയവർ, ലോട്ടറി കച്ചവടം ചെയ്തും വഴിയിൽ ഭിക്ഷയെടുത്തും ഒക്കെ വരുന്ന ധാരാളം പേർ. സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുടെ പരിച്ഛേദമാണ് ദിവസവും ഞാൻ മെഡിക്കൽ കോളേജിൽ കാണുന്നത്. അവർക്ക് കൃത്യസമയത്ത് മികച്ച ചികിത്സ നൽകാൻ ഞാൻ എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഡോക്ടർമാരും രാപ്പകൽ തയ്യാറാണ്. പക്ഷേ അനങ്ങാപ്പാറ പോലെ ബ്യൂറോക്രസിയുടെ മതിൽ മുന്നിൽ നിൽക്കുന്നു. പല രോഗികളും പണം പിരിച്ചെടുത്ത് ഉപകരണങ്ങൾ വാങ്ങി തരുന്നത് കൊണ്ടാണ് കുറേയെങ്കിലും ഓപ്പറേഷനും ചികിത്സയും നടന്നു പോകുന്നത്. മാസങ്ങളോളം രോഗികൾ ഓപ്പറേഷന് കാത്തിരിക്കുമ്പോൾ ദയവായി നിങ്ങൾ ഡോക്ടർമാരെ കുറ്റം പറയരുത്. നിങ്ങളുടെ വേദനയും അലച്ചിലും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടല്ല, അഹങ്കാരം കൊണ്ടോ
മുമ്പിൽ ഒരു വകുപ്പ് നേതാവ് എന്ന നിലയിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നു. ജോലി രാജിവെച്ച് പോയാലോ എന്ന ചിന്ത ശക്തമായി മനസ്സിൽ വരും. ഒരു സർക്കാർ തലത്തിൽ ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്ന ഒരു ഡോക്ടറുടെ വിലാപമാണ് നമ്മൾ ഈ കണ്ടത്. അദ്ദേഹം വിലപിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഒത്തിരി ഓപ്പറേഷനുകൾ മാറ്റിവെക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒത്തിരി രോഗികൾ നരകയാതന അനുഭവിച്ച് മരിച്ചിട്ടുണ്ട് ഇതിനകം തന്നെ. ഒത്തിരി കുടുംബങ്ങൾ ശസ്ത്രക്രിയ ഉപകരണങ്ങളും മരുന്നുകളും മറ്റും ആശുപത്രിക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത് അവർ മുടിഞ്ഞിട്ടുണ്ട്. സർക്കാരിന് നികുതി കൊടുക്കാത്ത ആൾക്കാരല്ല അവർ. ഒരു പൗരന്റെ കടമകള് ഭംഗിയായിട്ട് നിർവഹിച്ച് ഈ ദാരിദ്ര്യാവസ്ഥയിലും മുന്നോട്ട് പോകുന്ന സാധാരണ മനുഷ്യരാണ്. സർക്കാർ പറയുന്നത് സർക്കാർ കാശില്ലെന്നാണ്. പക്ഷെ ദൂർത്തടിക്കാൻ സർക്കാരിന് കാശുണ്ട്, അനാവശ്യ ചിലവുകൾക്ക് സർക്കാരിന് കാശുണ്ട്. അതിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്ന കോടികളുണ്ട്. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ആത്മീയമായ അർത്ഥത്തിൽ ഞാനിതിനെ വിലയിരുത്തുമ്പോൾ സമ്പത്തിനുള്ള ആർത്തിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് മനുഷ്യർ പ്രേരിപ്പിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ആർത്തി മൂത്ത മനുഷ്യരാണ് ഇന്നത്തെ ഈ പ്രശ്നത്തിന് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇത്തരം പ്രശ്നങ്ങളുടെ പിന്നിൽ. അവർക്ക് പിന്നിൽ സർക്കാർ അവർക്ക് എല്ലാ ഒത്താശയും കൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, അതാണ് ഇന്നത്തെ പ്രശ്നം. ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ട് ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാം. ഈ കൂട്ടുകെട്ടിനെതിരെ ആരും ശബ്ദിക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണല്ലോ ഈ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ ഈ എഴുതിയിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം പിൻവലിപ്പിച്ചു. ശബ്ദിക്കുന്നവരെ വേണമെങ്കിൽ എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ ഈ സംവിധാനത്തിന് കഴിയും എന്നുള്ള കാര്യം നമുക്കറിയാം. ഞാനതിനെ പറ്റി ഒന്നും ചിന്തിച്ചോ അല്ലെങ്കിൽ അവരെ വിമർശിച്ചോ ഞാൻ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഞാൻ അത്തരത്തിൽ സംസാരിക്കാനല്ല ഉദ്ദേശിച്ചത്. ദൈവജനത്തിന്റെ വെളിച്ചത്തിൽ ദൈവം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ പറ്റി എനിക്ക് കിട്ടിയ വെളിച്ചം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. സങ്കീർത്തനം 19 അധ്യായത്തിൽ ദുഷ്ടനെ പറ്റി ഇങ്ങനെ പറയുകയാണ്: ദൈവമില്ല എന്നാണ് അവന്റെ വിചാരം. അവൻ തന്റെ അഹങ്കാരം തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല. അവൻ തന്റെ ശത്രുക്കളെ പുച്ഛിച്ച് തള്ളുന്നു. അവന്റെ മാർഗങ്ങൾ എപ്പോഴും വിജയിക്കുന്നു. ഞാൻ കുലുങ്ങുകയില്ല, ഒരു കാലത്തും എനിക്ക് അനർത്ഥം ഉണ്ടാവുകയില്ല എന്ന് അവൻ ചിന്തിക്കുന്നു. അവന്റെ വാ ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവന്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവും കൂടിക്കൊള്ളുന്നു. എന്നിട്ട് സങ്കീർത്തനം അവസാനം എഴുതി വെച്ചിരിക്കുകയാണ്: പക്ഷേ ദൈവത്തിന്റെ ന്യായവിധി അവന് കണ്ണെത്താത്ത വിധം ഉയരത്തിലാണ്. പക്ഷേ ദൈവത്തിന്റെ ന്യായവിധി അവന് കണ്ണെത്താത്ത വിധം ഉയരത്തിലാണ്. എന്താണ് ആ ന്യായവിധി? എന്താണ് ആ ന്യായവിധിയുടെ കാതൽ? സങ്കീർത്തനം 92 വളരെ കൃത്യവും വ്യക്തവുമായിട്ട് അത് എഴുതി വെച്ചിരിക്കുകയാണ്: തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു, എങ്കിലും അവർ എന്നേക്കുമായി നശിക്കും. എന്താണ് വചനം? തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു, എങ്കിലും അവർ എന്നേക്കുമായി നശിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ ശ്രദ്ധിച്ചോ? ഗോതമ്പ് നട്ടു യജമാനൻ അല്ലെങ്കിൽ മുതലാളി അല്ലെങ്കിൽ ഉടമസ്ഥൻ. നട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഗോതമ്പിനിടയിൽ കളകൾ വളരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വിലക്കാരെന്ന് പറയുകയാണ്: യജമാനൻ, ഞങ്ങൾ ഈ കളകൾ പറിച്ചു കളയട്ടെ? നോ. നിങ്ങൾ കളകൾ പറിച്ചു കളയാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങളറിയാതെ ഗോതമ്പ് ചെടി കൂടി പറിച്ചു കളഞ്ഞു വരാം. കൊയ്ത്ത് കാലം വരെ ഒരുമിച്ച് വളരാം. കൊയ്ത്തിന്റെ സമയമാകുമ്പോൾ ഞാൻ കൊയ്ത്തുകാരോട് പറയും: ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ഗോതമ്പ് എൻ്റെ അറപ്പുറയിൽ ശേഖരിക്കും. കർത്താവ് കാത്തിരിക്കുകയാണ്. അവിടുത്തെ ദീർഘക്ഷമയെ തെറ്റിദ്ധരിക്കരുത്. അവിടുത്തെ ഈ നിശബ്ദതയെ
അവിടുന്ന് ഇല്ല എന്നൊന്നും പറഞ്ഞ് വ്യാഖ്യാനിക്കരുത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. 2 പത്രോസ് 3-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെ, 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണെന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്ന പോലെ കർത്താവ് തന്നെ വാഗ്ദാനത്തിന്റെ കാര്യത്തിൽ താമസം വരുത്തുന്നില്ല. മറിച്ച് ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേ ഉള്ളൂ. കർത്താവിന്റെ കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും, മൂലപദാർത്ഥങ്ങൾ എത്തിച്ചാമ്പലാകും. ഇത് ഈ പറയുന്നത് ലോകാവസാനത്തെ പറ്റിയാണെങ്കിൽ കർത്താവിന്റെ കള്ളനെ പോലെ വരും എന്ന് പറയുമ്പോൾ ഏത് മനുഷ്യനും ഏത് സമയത്തും അത് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നും കൂടി നമ്മൾ അർത്ഥമാക്കണം. ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും, മൂലപദാർത്ഥങ്ങൾ എത്തിച്ചാമ്പലാകും, ഭൂമിയും അതിലെ പ്രവൃത്തികൾ വെളിവാക്കപ്പെടും. ഇവയെല്ലാം നാശോന്മുഖമാകിയാൽ എത്ര വിശുദ്ധിയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ വ്യാപരിക്കേണ്ടതാണ്. ആകാശം തീയിൽ കത്തി നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പ്രത്യാഗമന ദിവസം പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുമെൻ. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കും. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കറയും കളങ്കവുമില്ലാതെ സമാധാനത്തിൽ അവർ കാണപ്പെടാൻ ഉത്സാഹിക്കും. അപ്പോൾ ഈ വചനത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നേരത്തെ കുർബാനയ്ക്ക് മുമ്പ് പറഞ്ഞ വചനം. ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ്. ഈ ഭൂമിയിൽ ജീവിതം നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. പക്ഷെ ഇത് കാലാകാലങ്ങളോളം നിൽക്കൊന്നുമില്ല. ദൈവത്തിന്റെ മുമ്പിൽ 1000 വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരു ദിവസം പോലെയാണ് എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ അവിടത്തേക്ക് എന്തു സാധിക്കും? അപ്പോൾ അവിടുത്തെ മനം ഇതാണ്: നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന് മുമ്പാകെ കുറ്റമറ്റമായി പ്രവർത്തിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് നിന്റെ ദൈവം എന്ന് ആവശ്യപ്പെടുന്നത്? ഇപ്രകാരം ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ ഏത് നിമിഷവും മരണക്കള്ളനെ പോലെ വന്നോട്ടെ, അവൻ കുഴപ്പമില്ല. അവൻ പറയും, കർത്താവേ സന്തോഷം എന്ന് പറയും. അല്ലാതെ ദുഷ്ടതരത്തിൽ മുന്നോട്ട് പോകുന്നവർ മരണത്തോടെ നിത്യമായി നശിക്കും എന്ന തിരുവചനം നമ്മൾ നിസ്സാരമായിട്ട് കരുതരുത്. കാരണം വചനം ഇപ്രകാരം കൂടി പറയുന്നു: നിങ്ങൾ നിങ്ങളുടെ തിന്മയിൽ തുടർന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും എൻ്റെ അടുത്ത് വരാനായിട്ട്